എന്റെ പൊന്നാരായെങ്കിൽ മച്ചാനെ ന്യൂസും സോഷ്യൽ മീഡിയയും തുറന്നാൽ ഫുള്ള് അന്നെ കുറിച്ചുള്ള ന്യൂസാണ്. ഈ മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയയും ന്യൂസും എവിടെ നോക്കിയാലും ആയെങ്കിൽ ഈ ഒന്ന് പേടിക്ക്, അല്ലെങ്കിൽ ഒരു പേടിച്ച പോലെ അഭിനയിക്ക്. ദയവ് ചെയ്ത് പേടിക്ക്. എന്റെ പൊന്നോ, ഒരു പൊടിക്കടങ്ങ്. ഓപ്പറേഷൻ തൂഫാൻ എന്നൊക്കെ പറഞ്ഞ മാതിരി ഓപ്പറേഷൻ ആയെങ്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിക്കണേ. എന്ത് കാണണേ? എല്ലാ പോസ്റ്റിനും താഴെ ഫസ്റ്റ് ലൈക്കും കമന്റും അല്ലാണ്. ഒരു പിടിക്കുമ്പോ അത് പിടിക്കട്ടെ. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളെ രമേശ് ജി ഒക്കെ പറയണേ അന്നെ കണ്ട വെടിവെക്കണം. രമേശ് ചേട്ടൻ ആകെ വെടിവെക്കാനൊക്കെ ഓർഡർ ഇട്ടിരിക്കുന്നു. തീവ്രവാദികളെ വെടിവെക്കാൻ പറഞ്ഞമാരെ പുള്ളി ആഭ്യന്തരമന്ത്രിയാന്നുള്ള ബോധമൊന്നും പുള്ളിക്കില്ലാതുള്ളൂ. വെടിവെക്കാനൊക്കെ ഓർഡർ ഇട്ടിരിക്കണേ. ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ RSSന്റെ നേതാവ് ജന്തർമന്ദിരത്തിലെ സമരത്തിനെതിരെ ഒരു പ്രസ്താവന ഇറക്കിയാലോ. ഏതാണ് ആ ചെങ്ങായി? എന്താ അയാളുടെ പേര്? കോവക്കാവള്ളി പോലത്തെ ചെങ്ങായി ഇല്ലേ ഓന്. അയാളെന്താ പിടിക്കാത്തെന്ന് രമേശ് ജിയോട് ചോദിച്ചപ്പോ രമേശ് പറഞ്ഞ എന്താ അറിയോ, ഞാനാണോ പിടിക്കാൻ പറയണ്ടേ? അതേ രമേശ് ചേട്ടൻ ഇന്ന് രാവിലെ മുതൽ അർജുൻ നായങ്കിനെ പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒടുവിലിപ്പിതാ അന്നെ വെടിവെക്കാനും ഉത്തരവിട്ടുകളും മച്ചാ. അപ്പൊ ഇതൊക്കെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് രമേശ് ജി ചെയ്യുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടാവാൻ വഴിയില്ല. എന്തായാലും ആയെങ്കിൽ ഇജ്ജ് കുറച്ചൊക്കെ പേടിക്കണ്ടോ? കുറച്ചൊക്കെ പേടി നല്ലതാണ് മനുഷ്യന്മാരായാലും. എല്ലാ പോസ്റ്റിന്റെ ഇടയിലും എൻ്റെ ലൈക്കും കമന്റും ഒക്കെ ഫസ്റ്റ് രമേശ് ജി തന്നെ വെടിവെക്കാനും ഇനി വെടി വെച്ചിട്ട് പിടിച്ചിട്ട് തൂക്കിക്കൊല്ലാനൊക്കെ വിധിച്ചിരിക്കണേ. എന്റെ മച്ച ഒന്ന് പേടിക്ക് മച്ച, അല്ലെങ്കിൽ പേടിച്ച പോലെ ഒന്ന് അഭിനയിക്ക്. ഒന്നും ശരിയല്ലട്ടാ.